നമോ ഭഗവതേ വാസുദേവായ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകുമാരി. ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് തൃതീയ സ്കന്ധം ആണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദുര മൈത്രേയ സംവാദം. ചൊല്ലു ശേഷം കഥകൾ കിളിപ്പെണ്ണെ, ചൊല്ലഴും കിളിമകൾ കേൾക്കുക ഉടനുര ചെയ്താൽ. സർഗാദ്യർത്ഥങ്ങൾ പത്തുമെന്നതിൽ തൃതീയത്തിൽ സർഗമായത് ജഗൽ കാരണ സംഭൂതി പോൽ. കാരണ സംഭൂതിയും മഹത്വോൽപത്തിയും സാരസാസന പ്രജാപതികളുൽപത്തിയും മൂലമായി വിദുര മൈത്രേയ സംവാദം കൊണ്ടിങ്ങ് ആരംഭിക്കുന്നു. ധാർത്തരാഷ്ട്രന്മാരഹോ മുന്നം പാർത്ഥന്മാരോട് വിപരീതമായിരിക്കയാൽ ആർത്തരായി നശിക്കുമെന്നാൽ അതും കണ്ടീവണ്ണം പാർക്കരുതിവിടയെന്നോർത്തു താൻ പുറപ്പെട്ടു പൊയ്ക്കൊണ്ടു തീർത്ഥങ്ങളാടിയിടുവാൻ വിദുരരും. ചെന്നവൻ പ്രഭാസ തീർത്ഥാന്തികം പ്രാപിച്ചപ്പോൾ മന്നവൻ അരികളെ കൊന്നിടം ധർമ്മഭജൻ. രാജ്യത്തെ അടക്കിവാണിടിനാൻ അനേകഥ പൂജനായെന്നുള്ളതു കേട്ടുകൊണ്ടവിടുന്നു പൊയ്ക്കൊണ്ടാൻ തീർത്ഥങ്ങളാടിയിടുവാൻ ക്ഷേത്രങ്ങളിൽ. വായിക്കും ആനന്ദം പൂണ്ടു സേവിച്ചാൻ ഓരോന്നെല്ലാം. ഭൂപ്രദക്ഷിണവും ചെയ്ത് ഈശ്വരാർത്ഥവും പ്രാർത്ഥിച്ച് ആത്മനി സർവം ചേർത്തു വിശ്വസിച്ചനുദിനം പുണ്യവാഹിനിയായ കാളിന്തി തീരത്തിങ്കൽ ചെന്നു നിന്നപ്പോൾ കേൾക്കായി വന്നിതു വൃത്താന്തങ്ങൾ. മൗസലം കഴിഞ്ഞ് ഇതന്നേരം ഉത്തവർദാനം കംസാരിപദം ധ്യാനിച്ചവിടെ ചെന്നിടിനാൻ. തമ്മിൽ അന്യോന്യം കണ്ട് സന്തോഷിച്ചാശ്ലേഷിച്ച് സമ്മാന സല്ലാപങ്ങൾ ചെയ്തിരുന്നിടുന്നേരം യാദവാന്വയമെല്ലാം ഒക്കവേ നശിച്ചതും മാധവൻ നിജലോകം പ്രാപിച്ച വൃത്താന്തവും വ്യാകുലാത്മന പറഞ്ഞിട്ടവർ വിദുരരോട് ആകവേ കേൾപ്പിച്ച് ലോകധർമ്മ പ്രഭാവവും ചൊല്ലിനോരനന്തരം മല്ലാരി ജഗൽപതി കല്യാണാലയൻ തനിക്ക് ആത്മജ്ഞാനാർത്ഥം പരം തുല്യചേതസാകനിവോട് ഉപദേശിച്ചുടനല്ലൽ തീർത്ത് അരുളിനാനെന്നതും ചൊല്ലിടിനാൻ. തത്രൈവ തദ്വൃത്താന്തം കേട്ടളവകം തെളിഞ്ഞ് ഉത്തമ ചിത്തം ക്ഷത്തോടപ്പോൾ ഭക്തി പൂണ്ടപേക്ഷിച്ചാൻ ഉത്തമ ശ്ലോകം ഭവാൻ ഉൾത്താരിലുറപ്പിച്ച തത്വജ്ഞാനാർത്ഥം മമ ചിത്തകാമ്പ് ഉണരുമാറിഞ്ഞുപദേശിക്കണം. മർത്യജന്മത്തിൻ ഫലം സിദ്ധിപ്പാൻ അനുഗ്രഹാൽ സത്വരമേവം വിദുരോക്തികൾ കേൾക്കായപ്പോൾ സ്നിഗ്ധചേതസാമുഹുരുദ്ധവരുര ചെയ്താൻ. ഞാൻ അതിനേതും യോഗ്യനല്ലെന്നോടറിൽ ചെയ്താൻ. ആനന്ദാംബുധി കൃഷ്ണനിങ്ങു കൊണ്ടറിയിച്ചാൻ. മാമകം മഹത്തത്വാദ്യങ്ങൾ ശ്രീ മൈത്രേയങ്കൽ. നാമവൻ തന്നെ സേവിച്ചാൽ ഉടനെല്ലാം കേൾക്കാം. നീ അത് ചെയ്യുന്നു ചെന്നത് കേട്ടകം തെളിഞ്ഞു അയർക്കോൻ
കൃപയെങ്കലുണ്ടെന്നതുറച്ചവൻ ശ്രീ മൈത്രേയനെ തിരഞ്ഞിടുമ്പോൾ ഗംഗാദ്വാരെ മാമുനീന്ദ്രനെ കണ്ടു വന്ദിച്ചു പൂജിച്ചുടൻ ചോദിച്ചാൻ ഭഗവത് സൂക്ഷ്മാത്മതത്വാർത്ഥത്തെയും താദിശമായ ജഗൽ സർഗാദ്യങ്ങളെയുമെല്ലാം നിന്തിരുവടി അരുൾ ചെയ്യണം കേൾക്കാമെങ്കിൽ അന്തരാനന്ദം വളർന്ന് അന്ധത്വം നീങ്ങും വണ്ണം തൽപ്രബന്ധങ്ങൾ കേട്ടു മൈത്രേയൻ മഹത്തത്വാദ്യുൽപത്തികളും ബ്രഹ്മാണ്ടോൽപത്തിഭേദങ്ങളും ശില്പിമാൻ ബ്രഹ്മാണ്ടൈക്യ ചൈതന്യരൂപേണ സങ്കല്പിതേന്ദ്രിയ വിഷയാത്മകനാകുന്നതും വിപ്രാതിവർഗങ്ങളും ദൈവതമയങ്ങൾ സർവോൽപത്തി സ്ഥിത്യാദി ലോകൈക സംസ്ഥാനങ്ങളും കാലഭേദങ്ങൾ കർമ്മഭേദങ്ങൾ ഉപക്രമമൂലങ്ങളെല്ലാം അറിയുവാൻ ഉടൻ ഭാഗവതം ദേശിക പരമ്പരയോടുകൂടവേ തെളിഞ്ഞ് ആശയാനന്ദ സാധ്യം ആദരാലരുൾ ചെയ്താൻ ലോകങ്ങൾക്കാധാരഭൂതാത്മകന്മാരായണൻ ഏകൈകാംശാത്മക്കളായി ഇങ്ങവതരിച്ചതിൽ ശ്രീ സനൽകുമാരനോടാദിയിൽ സംഘർഷണൻ ഭാസുരാത്മനാ കേൾപ്പിച്ചിടിനാൻ ഭാഗവതം താനത് സാഖ്യായനായിക്കൊണ്ടു വൈധാത്രനും മാനസാനന്ദം വളർത്ത ആദരാലുര ചെയ്താൻ ശ്രീ പരാശരന് സാഖ്യായനരുൾ ചെയ്താൻ ശ്രീ പരാശരൻ എനിക്കും പുനരതുപോലെ സാദരമരുൾ ചെയ്താൻ ഇപ്രകാരേണ നിനക്കാരിയെ ചൊല്ലിത്തരാമെന്നുടൻ മൈത്രേയനും പാതകനെന്നാകിലും ദിവ്യനാം വിതുരരോട് ആദരാലേതും മടിയാതെ താൻ അരുൾ ചെയ്താൻ ശ്രീ ഭാഗവതം മുന്നമാദിനായകൻ തന്റെ നാഭിപങ്കജത്തിങ്കൽ ഉൽപ്പന്നനാം ചതുർമുഖൻ തന്നുടെ മൂലം ഗ്രഹിയാഞ്ഞുതാൻ പരിഭ്രമിച്ച് അന്വേഷിച്ച് അനേകായിരം ദിവ്യ സംവത്സരം നിന്ന് ഉഴന്ന് ഏറ്റം വലഞ്ഞെത്രയും വിഷണ്ണനായി ഖിന്നനായി കമലമൂലത്തെയും അറിയാതെ സംഭ്രമിച്ചിടും കാലമേ ഏകാത്മാ ജഗന്മയൻ തമ്പുരാൻ അല്പം പ്രസാദിക്കയാൽ നിജതത്വം സമ്പ്രതി ഹൃദി തെളിവോടുണർന്നതും ഭക്ത്യ കമ്പമെന്നിയെ സേവിച്ചാനന്ദ സമന്വിതം കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം ഭൂലോകപാലനായോരാദി നായകനെയും കാണായി വന്നിതു കിരീടായുധാർക്കോത്ഭവം നാനാദിഗ്വ്യാപ്തം ബഹുലാനന്ദകരപദം ശിവത്സവാക്ഷോദേശം ശംഖുചക്രാബ്ജ ഗദാദ്യായുധാവൃതം പീതവാസസം ജഗന്നാഥം ഹാരകേയൂരകടകാങ്കുലീക്കിയ പരിഷ്കാരശോഭിതം നീലനീരതകളേവരും ശേഷശായിനം തെളിവോടു കണ്ടുണ്ടായ സന്തോഷചേതസാകൂപ്പി സ്തുതിച്ചാൻ പലതരം വേദാന്തവാക്യാർത്ഥസാരങ്ങളാൽ സ്തുതനായ നാഥനും പ്രസാദിച്ചു നൽകിനാൻ അനുഗ്രഹം ധാതാവു ജഗൽ സൃഷ്ടി ചെയ്തരുളിനാൻ നിജജാത പങ്കജ ബ്രഹ്മാണ്ടോദരേ മായാമയേ. ആയുസ്സിന്റെ കാലപരിമാണം കേവലമേവം മൈത്രേയാനാനാംബുജം നുകർന്ന അവിരാനന്ദം വളർന്നീടിന വിതുരരും ചോദിച്ചാൻ ബ്രഹ്മായുസിനുള്ള കാലാനുക്രമവേദത്തെ പരിചിനോടി ഈശലെന്നിയെ കേൾപ്പിപ്പാൻ കാരുണ്യം വളർന്ന് അരുൾ ചെയ്തിത് മൈത്രേയനും സാരസപത്രമിളതായവ രണ്ടൊന്നിച്ചാൽ നേരിയ സൂചിമുഖം കൊണ്ടു കൈകടുതായ പുരുഷൻ എടുത്തതേ വേഗമോട് ഊന്നും വിധവും പത്രമതൊന്നും അറിഞ്ഞ അങ്ങേതു തന്മേൽ ചെന്നു പറ്റിയിടുന്നതിനിടയുള്ളൊരു കാലക്രമം മുൽപ്പാടിങ്ങൽപ്പകാലമെന്നുപോൽ ചൊല്ലിയിടുന്നു. മുൽപ്പതൽപ്പത്തിനൊരു ത്രുടിയെന്നതും ചൊല്ലും. 30 ത്രുടിക്കൊരു കലയും അതുപോലെ 30 കലയ്ക്കൊരു കാഷ്ടയും തഥൈവ തൽക്കാലം നിമിഷമെന്നത്രൈവ ചൊല്ലിയിടുന്നു. തൽക്ഷണം കരവിരൽ നൊടിയെന്നതും ചൊല്ലും. മാത്രയെന്നതും പറഞ്ഞിടാമെന്നിരിക്കുമ്പോൾ മാത്ര 4 അതിനൊരു ഗണിതമെന്നുണ്ടല്ലോ.
കേൾക്കടോ ഗണിതമവണ്ണമേ 11 വീർപ്പുമീ മനുഷ്യരെല്ലാവരും അറിഞ്ഞാലും വീർപ്പുകൾ അനുക്രമിക്കുന്നവയറിഞ്ഞു താൽപര്യവശാൽ വിനാടികൾ എന്നായി വരും. നീക്കമെന്നിയെ വിനാടികകൾ 60 സൂക്ഷ്മമായി ഒക്കുന്നേരമായി വരും ഘടികയും. പ്രാപ്തമാം ഘടികകൾ 60 നേരം ഭാസ്കരൻ പ്രദക്ഷിണമെന്നനുക്രമിക്കുന്നു. വാനവർ നിലയനമായ മേരുവിനെയും മൂലമഖിലേശദേശിക പാദത്തെയും മാനുഷർക്കഹോരാത്രമായതും അതു തന്നെ. മാനമുറ്റതു 15 വരും പക്ഷങ്ങൾ പൂർവാപരദ്വന്ദ്ങ്ങൾ ഒരുമിച്ചു നിൽക്കുമ്പോൾ അഹോരാത്രം 30 ചാന്ദ്രം. മാസം ഒന്നതു തന്നെ പിതൃക്കൾക്കഹോരാത്രം. മാസം ഈരാറും ഋതുവാറു രണ്ടയനവും മാസം ഇങ്ങനെ മേഷാദ്യങ്ങൾ ഈരാറാകുമ്പോൾ വാസരം 365 കാലമപ്പോൾ. മാനുഷർക്ക് ആണ്ട് ഒന്നതു ദേവകൾക്കഹോരാത്രം. മാനങ്ങളോ വണ്ണം 300 കേവലം ദേവാബ്ദമൊന്നായി വരും അതു തന്നെ. ദിവ്യവത്സരമെന്നു ചൊല്ലുന്നിതറിഞ്ഞാലും അങ്ങനെയുള്ള ദിവ്യവത്സരം 4000 നിന്നൊത്തിയിടും. കൃതയുഗം അന്യേഭി 3600 പോൽ അന്യോന്യമംഗലതമായേഴും ത്രേതായുഗം. പിന്നേതു 2000 400 ചെന്നിടുന്നത് 3-ാം ദ്വാപരയുഗമതും 4,200 കലികാലമിങ്ങനെ 12,000 ദിവ്യാണ്ടാകുമ്പോൾ ഒത്തിയിടും ചതുർയുഗകാലമങ്ങ്. അതു കഴിഞ്ഞ് ഇത്തരം അതു തന്നെ പിന്നെയും വർത്തിക്കുന്നു. തൽകൃത ത്രേതാദ്വാപര കലിയുഗങ്ങൾ സംയുക്തമായി 71 ഒത്തിയിടുമ്പോൾ നിശ്ചയം ഒരു മനു തന്നുടെ കാലം കൂടും. നിർജ്ജരേന്ദ്രാണാം പരമായുരന്തവും വരും. തൽപ്രകാരേണ 14 പേർ മനുക്കളാൽ തച്ചതുര്യുഗം സഹസ്രോപരി ചതുർദ്വയം വന്നുകൂടിയിടുമ്പോൾ ഉഴുതായി വരും പ്രളയം. ഇപ്രാണികൾക്കതു ധാതാവിന്നൊരു പകലല്ലോ. എത്ര നാൾ കൂടിയിട്ടുണ്ടായി വന്നിത പ്രളയം അങ്ങ് അത്ര നാളേക്കു പുനരങ്ങനെ തന്നെ. പിന്നെ കിടക്കും ബ്രഹ്മാവിനു രാത്രി പോലറിക അതിലൊടുക്കം മുന്നേ പോലെ പകലുണ്ടത്ര തന്നെ. മനുക്കൾ 14 കഴിവോളവും കാലം തനിക്കു പകലൊടുങ്ങിയിടുമ്പോൾ പ്രളയവും പിന്നെയും പകൽ ഉണ്ടായി വരുന്നു രജനിയും. പിന്നെയും ഉണർന്നു സൃഷ്ടിച്ചവയൊടുങ്ങുമ്പോൾ മുന്നേതുപോലെ തന്നെ കണ്ടാലും പ്രളയവും വന്നിടുമിടതൂർന്നിങ്ങനെ തന്നെ മേന്മേൽ. പിന്നെയും പുനരവി പിന്നെയും പുനരവി പിന്നെയും ബ്രഹ്മൻ അഹോരാത്രങ്ങൾ അനുക്രമാൽ 360 ചെന്നൊടുങ്ങിയിടും കാലം. അർണജോത്ഭവൻ അന്നൊരു വത്സരം തികഞ്ഞിടും. അങ്ങനെയുള്ള സംവത്സരങ്ങൾ 100 ഇങ്ങ് 20 ആമന്തത്തിങ്കൽ ബ്രഹ്മായുസ്സൊടുങ്ങിയിടും അപ്രളയാനുക്രമം. ബ്രഹ്മായുസ്സോളം കാലം നഷ്ടമായി കിടക്കുന്നു. പിന്നെയും സരസിജ സംഭവൻ മുന്നേ പോലെ തന്നെ കേവലം ചമഞ്ഞ അന്നന്നുണ്ടസംഖ്യകം ചൊല്ലുവാൻ അവസാനമില്ലാതൊരവസ്ഥകളെല്ലാം എങ്ങനെ പറഞ്ഞിടുന്നു മഹാമതേ. മൂലമധ്യാന്തങ്ങളില്ലാതൊരു മഹാമായ വേലകൾക്ക് ആദ്യന്തമില്ലെന്നറികടോ സഖേ. കാലവേദികളായ ദിവ്യന്മാരെല്ലാവരും കാലവൈഭവമനുകാലമെന്നറിയുന്നു. പോകവയെല്ലാം ബ്രഹ്മസൃഷ്ടികൾക്കാധാരമാം ലോകസംസ്ഥാനങ്ങളെ കൽപ്പിച്ചോരനന്തരം പാലനത്തിനു മനു തന്നെയും കൽപ്പിച്ചുടൻ ഭൂലോകസ്ഥാനെ നിയോഗിച്ച് അരുളിന ശേഷം ക്ഷോണിയെ പ്രളയാബ്ധി തന്നിൽ നിന്നുയർത്തുവാൻ ഖോണിയായി നാരായണ അബ്ധിയിലിഴഞ്ഞുടൻ ദാനവൻ തന്നെ കൊന്നു ദീനയാം അവനിയെ സ്ഥാനമംഗലം ദംഷ്ട്രാഗ്രേണ ചേർത്തരുളിനാൻ. കേവലമേവം മൈത്രേയോക്തികളെല്ലാം കേട്ടു ഭാവസമ്മോദത്തോടെ ചോദിച്ചു
വിതുരരും ശ്രീനാരായണൻ മുന്നം ഖോണിയായവനിയെ താനുടൻ അസുരനെ കൊന്നു വീണ്ടവസ്ഥകൾ തേറുമാറരുൾ ചെയ്യുന്നാശു കേട്ടകതാരിൽ തേറിന മൈത്രേയനുമാതരാൽ അരുൾ ചെയ്താൻ. വരാഹാവതാരം. എങ്കിലോ കേട്ടാലും നീ മുന്നമങ്ങൊരു ദിനം പങ്കജസഖൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ സന്ധ്യോപാസനം ചെയ്തു കാശ്യപ പ്രജാപതി ചന്തമായിരുന്നളവന്തികെ ചെന്നാളുടൻ കാമപീഡിതയായ കാമിനി ദിതി മനസ്കാമവേഗേന ഭർത്താവോടുടൻ അപേക്ഷിച്ചാൾ. ഇപ്പോഴെനിക്ക് ഇങ്ങുള്ളിലാഗ്രഹം ഗതിയെങ്കിൽ മുൽപ്പാടി വണ്ണമൊരു ദർപ്പണമുണ്ടായില്ലല്ലോ. നിസ്ത്രപമേവം പറഞ്ഞിടിന മനോജയോട് ഉൾത്താരിൽ വിചാരിച്ചു കശ്യപൻ താനും ചെന്നാൾ. എന്തെടോ മനോഹരേ നിൻ മനോഗതം ഇതമെന്തൊരു കഷ്ടം കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമിയാതെ സന്ധ്യാവേളയിങ്കലിക്കൂട്ട് അനാചാരങ്ങളെ ചിന്തിച്ചിടരുതെന്നു നീ അറിയാഞ്ഞല്ലോ. പാർക്കേണം കുറഞ്ഞൊന്ന് എന്നിങ്ങനെ പലവുരു ചേൽക്കണ്ണാൾ തന്നോടനുസരിച്ചു വാത്സല്യത്താൽ. കശ്യപൻ പറഞ്ഞതു കേളാതെ മുതിർന്നുടൻ ആശ്ലേഷിച്ച് അനംഗവേഗാശയാ മനോഹരി വായിക്കുമാനന്ദത്തോടെ വായിക്കൊണ്ടാളധരവും നീക്കിനാൾ. നീവീ ബന്ധമെന്തൊരു പരാധീനം. അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവിങ്കൽ അംഗജന്താനും മലരമ്പുകൾ പോകീടിനാൻ. തിങ്ങിനോരത്യാനന്ദം ഉൾക്കൊണ്ടു മുനീന്ദ്രനും സംഘവേഗേന രമിച്ചിടിനാനാകും വണ്ണം. ഗർഭവും അവൾക്കുടനുദ്ഭവിച്ചതു പൊഴുത് അർഭകനുടെ കൊടും ക്രൂരമാം തേജോമയാൽ ദിക്കെങ്ങും ഘോരാകാരമായി ചമഞ്ഞിതു കണ്ടിട്ട് ഉൾക്കാമ്പിലതിഭയം ഉൾക്കൊണ്ടു ദേവാദികൾ പുഷ്കരോത്ഭവനോട് ചോദിച്ചാർ. ഇതിൻ മൂലം ഇക്കാലമെന്തെന്ന് അരുൾ ചെയ്യണമെന്നീ വണ്ണം. കേട്ടുടൻ അവരോട് ബ്രഹ്മാവും ചിരിച്ചുടൻ കേട്ടാലും പരമാർത്ഥമെന്നരുൾ ചെയ്തിടിനാൻ. പണ്ടൊരു ദിനം സനകാദികൾ മുകുന്ദനെ കണ്ടു വന്ദിപ്പാനങ്ങു വൈകുണ്ഠലോകത്തിങ്കൽ ചെന്ന് അടുത്ത അളവുതാം ഗോപുരദ്വാരാന്തികെ നിന്നുടൻ തടുത്തൊരു ജയനും വിജയനും താപസ ശാപത്താലേ ദാനവന്മാരായി വരും. ശ്രീപതി വധിച്ചു സായുജ്യവും വരുത്തിടും. കേവലം അവർ വന്നു ദിതിവൻ ഗർഭത്തിങ്കൽ ആവിർഭൂതന്മാർ ആവാൻ ആരംഭിച്ചതിനാലെ ഘോരന്മാരുടെ തേജസ്സായതിക്കാണായി വന്നത് ആരുമില്ലവരോട് നേരെ നിൽപ്പതിനെങ്ങും. മാധവൻ ജഗൽപതിതാനവർകളെ കൊല്ലും. ബാധകൾ നമുക്കേതുമില്ല പോയാലും നിങ്ങൾ സാദരം ബ്രഹ്മാവരുൾ ചെയ്തതീവണ്ണം കേട്ടുമോദേന തത്വസ്ഥാനം പ്രാപിച്ചാരമരരും. ദാനവപ്രവരനാം ഹിരണ്യകശിപുവും മാനിയാം ഹിരണ്യാക്ഷൻ താനും അങ്ങതുകാലം ജാതരായപ്പോൾ കണ്ട ദുർനിമിത്തങ്ങൾ ചൊൽവാൻ ഏതുമേ നമ്മാലരുതങ്ങ്. അവരിരുവരും വേഗേന വളർന്ന് അതിമുഷ്കരന്മാരായി വന്നാർ. ഭാഗവതാഢ്യന്മാരെ ദ്വേഷിച്ചാരനുദിനം വാരിജാസനൻ തന്നെ സേവിച്ചാർ. വേണ്ടും വണ്ണം വാരാതെ തങ്ങൾക്കുള്ളിൽ ചേരുന്ന വരങ്ങളും വരിവീരന്മാർ വരിച്ചുകൊണ്ട് ഈരേഴു ലോകങ്ങളും വീറോടുകൂടെ ജയിച്ച് ഏകശാസനയാലെ മാരാരി മുരഹരന്മാരാദിനാഥന്മാരെ പേരാരും പറയുമ്പോൾ അരുതെന്നാക്കിയിടിനാർ. പാരാതെ തിരുനാമമാരാനും ചൊല്ലിയിടുകിൽ പാരതിലവരുടെയല്ലാതെ അരുതല്ലോ. ലോകങ്ങൾക്കെല്ലാം നാഥന്മാർ തങ്ങളൊഴിഞ്ഞില്ല ഇല്ലെന്നാകെ അങ്ങടക്കി വാണിടിനാർ ജഗത്രയം. അങ്ങനെ ഹിരണ്യാക്ഷൻ നാനാ ദിഗ്വിജയാർത്ഥം അങ്ങുതാനൊരു ഗതാപാണിയായ ഗതാരിൽ തിങ്ങിന മതം പൂണ്ടു സഞ്ചരിച്ചിടും കാലം അങ്ങോടിങ്ങോട് പേടിച്ചൊളിച്ചാരെല്ലാവരും. തന്നോട് നേരിട്ട് ആരുമില്ലാഞ്ഞോരളവ് അവൻ അർണവം തന്നിൽ ചെന്നങ്ങിറങ്ങി തിമിർപ്പോടെ തിങ്ങിടും നിരമാലകൾ ഗത കൊണ്ടങ്ങ് അങ്ങോടിങ്ങോട് തല്ലി തകർത്തുടൻ ചെന്ന്
അടുത്ത് അളവതി ഭീതിയായി ഒളിച്ചോടി ചെന്നു പാശിയും മധുവൈരിയോട് അവസ്ഥകൾ ചെന്നളവതി കോപം പൂണ്ടു മാധവൻ ഒരു പന്നിയായി അരവിന്ദ സംഭവനാസാരന്ധ്രം തന്നിൽ നിന്ന് അവതരിച്ച് അന്വേഷിച്ചിടുന്നേരം ഖിന്നനായ അസുരനും ചെന്നു പാതാളം പൂക്കാൻ ഭൂമിയെ ധരിച്ച് ഓടും ദാനവൻ താനെ. രോമാവായടുത്തൊരു നാഥനെ കാണായപ്പോൾ വേഗതു ശരീരനായാടുകാൽ തുടർന്നു സന്താപവേഗേന ചുഴന്നാഹന്ത ചെറുത്തുടൻ താടനം ചെയ്താൻ ഗത കൊണ്ട് അതേലാതെ ചുഴന്നീടിന കിടീന്ദ്രനും കൂടവേ ലഘുതരം ഭീതനാം അവനുടൻ കീറുമാറുടൻ അതിക്രോധമുൾക്കലർന്നു നിന്നാശുതാൻ പൊങ്ങിയിടിനാൻ താനുടൻ കുതിച്ചുയർന്നിടിനാൻ അതിന് വേഗേന നാഥനും അവനിങ്ങിഴിഞ്ഞിടും നേരം തീചിതറിന ദംഷ്ട്രാഗ്രേണ പാഞ്ഞ് അണഞ്ഞ് അളവാചരണായുവേകാലാശു സംഭ്രമിച്ചുടൻ ചീളന്നു ചുഴന്നു വട്ടം തിരിഞ്ഞതു നേരം വ്യാളിയെ പോലെ തുടർന്നിടിനാൻ മുകുന്ദനും മാറി നിന്ന് അസുരനും കേവലം ഗത കൊണ്ടു വീറോടു മുതുകിലന്മാരുടൻ താടിക്കുമ്പോൾ കൂടവേ തിരിഞ്ഞു പാഞ്ഞിടിനാൻ ജഗന്നാഥൻ പാടവം കലർന്നവന്താണ നന്ദാന്തർഭാഗേ താവിനാനതു കണ്ടു ദേവദേവേശൻ താനും മേവിനാൻ ചിറകുള്ള കോണി എന്നതുപോലെ കീറിനാനതു പൊഴുതൻ അവയവങ്ങൾ അങ്ങേറിനോരഴൽ പൂണ്ടു ദാനവപ്രഹരനും വാരിധി തന്നിൽ ഗത കൊണ്ടറഞ്ഞതിൽ ഉന്തിത്തള്ളിപ്പാരാതെ ഗതാഗ്രം കൊണ്ടൂന്നി നോക്കിനാനപ്പോൾ ക്ഷീണതയൊഴിഞ്ഞുയർന്നങ്ങ് അധോമുഖത്തോടും കാണവൻ മുതുകുഴഞ്ഞാറേഴു കീറും വിധവും ചോര കൊണ്ടഭിഷിക്തനായവൻ തളർന്നഹോ കാരണജലത്തിൽ വീണിടിനാൻ അനേകത നാഥനും പലവാരി വീജിപിരോരോ വിധം പ്രാർത്ഥനാകൃതേർ വിളയാടിനാനാകും വണ്ണം കേവലം പലവുരു ഇങ്ങനെ പലകാലം ദേവാരി വാസുദേവന്മാർ കലഹിക്കും വിധവും വാരിജാസനൻ മുതലായവരെല്ലാം ഇനി പോരും ഇക്കളിയെന്നു നാഥനെ സ്തുതിക്കുമ്പോൾ കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം കാലാത്മാ ജഗന്മയനാകിയ നാരായണൻ ദാനവനുടൽ മധ്യേ കീറിനാനെന്നുള്ളതേ മനസ്സേ വിചാരിച്ചാൽ അവതൊന്നുള്ളു ചൊല്ലുവാൻ മാനിയാമവൻ മരിച്ചിടിനോരനന്തരം ക്ഷോണിയെ ദംഷ്ട്രാഗ്രേ ചേർത്ത് ആശു തൽസ്ഥാനത്തിങ്കൽ സ്ഥാപിച്ചിടിനാൻ മഹായജ്ഞാംഗ സ്വരൂപകൻ താപത്യാഗായ മുനിമണ്ഡലായി സ്തുതിച്ചിടും ധാതാവു തന്നെ കൊണ്ടു കേവലൻ സൃഷ്ടിപ്പിച്ചാൻ പ്രീതയാം വഴിയിലാമാറു നിരന്തരം. ഓം നമോ ഭഗവതേ വാസുദേവായ.